കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ നട്ടലുള്ളൊരു വനിതാ നേതാവാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അപ്പം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റേഷൻ കാർഡ് വിവാദം എല്ലാവർക്കും അറിയാവുന്നതാണ്. കുറേ ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ കുരു പൊട്ടിയിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം കരിവാരി തേക്കുന്ന രീതിയിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെയാണോ അവർക്കെതിരെയൊക്കെ കളിക്കാനെ കൊണ്ട് പല കളികളും നടത്തുന്നുണ്ട്. ഫെനി നൈനാനെതിരെ കളിച്ച കളികളും അതുപോലെ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ കളിച്ച കളികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം റേഷൻ കാർഡ് വിവാദം. ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡ് വ്യാജമായിട്ട് റേഷൻ കാർഡ് തയ്യാറാക്കിയെന്നും ഈ പറഞ്ഞിട്ടുള്ള ഇലക്ഷന് മത്സരിക്കാനെ കൊണ്ടും വോട്ട് ചെയ്യാനെ കൊണ്ടും റേഷൻ കാർഡ് കൃത്രിമമായി ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു വിവാദം നിലനിൽക്കുന്നത്. ഇപ്പം രംഗത്ത് വന്നിട്ടുള്ളത് അത് എടുത്തു വെച്ച് ഷഹനാസിൻ്റെ കുരു പൊട്ടിയ വൈരാഗ്യമുണ്ടല്ലോ, കുരു പൊട്ടിയ ദേഷ്യം ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് FB-യിലൂടെ പോസ്റ്റിട്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മ എടുത്ത നിലപാട്, രാഹുലിനെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ഒരാൾ പോലും രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല. പക്ഷേ ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നു. അതിശക്തമായിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചു. അപ്പോൾ ആ പിന്തുണ ശ്രീനാദേവിക്ക് നമുക്കും കൊടുക്കണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഇത് വന്ന സമയത്ത് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ പറഞ്ഞിട്ടുള്ള ഫെനി നൈനാനൊക്കെ ഉള്ളായിരുന്നു രാഹുലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ നിങ്ങളെ ലൈക്ക് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനും ഫെനി നൈനാൻ്റെ എല്ലാവർക്കും ആയിക്കോട്ടെ. കുഞ്ഞമ്മയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ കുഞ്ഞമ്മയെ പിന്തുണയ്ക്കുന്നതുമായിട്ട് ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്തുണയ്ക്കുന്ന ആളുകൾ അല്ലാത്തൊരു സബ് ചെയ്യേണ്ട, രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ മാത്രം സബ് ചെയ്താൽ മതി. അപ്പം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ഇപ്പം വന്നേക്കുന്ന ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസ് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ ഉൾപ്പെട്ട റേഷൻ കാർഡ് അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ റദ്ദാക്കി. ഓക്കെ, റദ്ദാക്കട്ടെ. ഇവിടെ റേഷൻ കാർഡല്ലേ റദ്ദാക്കിയിട്ടുള്ളൂ, വേറെ ഒന്നുമല്ലല്ലോ. കൂടിപ്പോയാൽ കുറച്ച് പച്ചരി കിട്ടാതാവും, അല്ലെങ്കിൽ ഇച്ചിരി മണ്ണെണ്ണ കിട്ടാതാവും. അതുപോലും നമ്മളെ ഈ പറഞ്ഞിട്ടുള്ള സപ്ലൈക്ക് നിന്ന് കിട്ടുന്നില്ല. ഈ പറഞ്ഞിട്ടുള്ള റേഷൻ കടയിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതുപോലും കൊടുക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഈ റേഷൻ കാർഡ് വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ താലൂക്ക് സപ്ലൈ ഓഫീസർ റേഷൻ കാർഡ് റദ്ദാക്കി. തെറ്റായ വിവരം നൽകി കാർഡിൽ പേര് ചേർത്തതായി കാർഡ് ഉടമയുടെ മക്കളുടെ പരാതിയിൽ നടപടിയെടുത്തു. കാർഡ് ഉടമയുടെ ഫാദർ സഹോദരിയുടെ മകൾ എന്ന നിലയിലാണ് പേര് ചേർത്തതെങ്കിലും ഇത്തരം ബന്ധമില്ലെന്നാണ് പരാതി. ഇത്രയും നാൾ ഈ മൂന്ന് സഹോദരങ്ങളാണ് പരാതി കൊടുത്തതെന്നാണ് പറയുന്നത്. ഇത്രയും നാൾ ഇവരൊക്കെ ഏത് ശൂന്യാകാശത്ത് പോയി കിടക്കുമായിരുന്നു? ശ്രീനാദേവി കുഞ്ഞമ്മ ആദ്യം നിന്നിരുന്ന പ്രസ്ഥാനം പാർട്ടി ഏതാണെന്ന് എല്ലാ ആളുകൾക്കും നന്നായിട്ട് അറിയാം. ആ പ്രസ്ഥാനത്തിൽ നടക്കുന്ന വൃത്തികെട്ട തെണ്ടിത്തരങ്ങളെല്ലാം കണ്ടും ഇതുപോലെ കേട്ടും മടുത്തിട്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് വന്നത്. അപ്പോൾ അത്രയും നാളും ഈ ഒരു പ്രസ്ഥാനത്തിലിരുന്നിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ റേഷൻ കാർഡ് വിവാദം ചർച്ചയായിട്ടില്ല. ശ്രീനാദേവി കുഞ്ഞമ്മ അടുത്തത് ഈ പറഞ്ഞിട്ടുള്ള പത്തനംതിട്ടയിൽ നിൽക്കും. ശ്രീനാദേവി കുഞ്ഞമ്മ മത്സരിക്കും. ഭൂരിപക്ഷത്തോടെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്ന് ഉറപ്പായപ്പോഴത്തേക്ക് വീണ്ടും കളി തുടങ്ങി. അതാണ് ഇതിനകത്ത് നടക്കുന്ന സംഭവം, അല്ലാതെ വേറെ ഒന്നുമല്ല. ഓക്കെ, ഇനി ഞാൻ ആ വാർത്തയും കൂടെ ഒന്ന് വെച്ചേരാം. നിങ്ങളൊന്ന് വാർത്തയും കൂടെ ഒന്ന് കണ്ടുപോക്കെ. കോൺഗ്രസ് അംഗമായ ശ്രീനാദേവി കുഞ്ഞമ്മ ഉൾപ്പെട്ട റേഷൻ കാർഡ് റദ്ദാക്കി. കാർഡിൽ പേര് ചേർത്തത് തെറ്റായ വിവരം നൽകിയെന്ന കാർഡ് ഉടമയുടെ മക്കളുടെ പരാതിയിലാണ് നടപടി. കാർഡ് ഉടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്ന നിലയിലാണ് പേര് ചേർത്തത്. എന്നാൽ കാർഡ് ഉടമയ്ക്ക് ഭർത്തൃ സഹോദരിയോ മകളോ ഇല്ലെന്ന് പരാതിക്കാർ പറയുന്നു. അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസറാണ് കാർഡ് റദ്ദാക്കിയത് ശ്രീനാദേവിയുടെ ജില്ലാ പഞ്ചായത്ത് അംഗത്വത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. വിശദാംശങ്ങൾ വിനു മോഹൻ നൽകും. വിനു, ഈ കാർഡിൽ പേര് ചേർത്തത് വ്യാജമാണ് എന്നുള്ളതാണോ പറയുന്നത്? അതിന് പറയുന്ന കാരണങ്ങൾ എന്താണ്? ഒപ്പം ഈ പേര് ചേർത്തതിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വിശദീകരണം എന്താണ്? അത് ഏത് തരത്തിലായിരിക്കാം അവരുടെ മറ്റു കാര്യങ്ങളെ ബാധിക്കുക? ജെയിംസ്, 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പള്ളിക്കൽ ഡിവിഷനിലെ CPI സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ. കൊല്ലം സ്വദേശിനിയാണ്. അന്ന് CPI നേതാക്കൾ തന്നെയാണ് പത്തനംതിട്ട ഏറത്ത് പഞ്ചായത്തിലെ ഒരു വീട്ടിൽ ശ്രീനാദേവിയുടെ പേര് ചേർക്കുന്നത്. യശോദ എന്ന പേരുള്ള ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലാണെന്ന് പേര് ചേർത്തത്. ഭർത്താവിൻ്റെ സഹോദരിയുടെ മകൾ എന്ന പേരിലാണ് അന്ന് റേഷൻ കാർഡിൽ പേര് ചേർക്കുകയും കൊല്ലം ജില്ലക്കാരിയായ ശ്രീന പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. ആ സമയം അന്ന് കോൺഗ്രസ് ഇതിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോയെങ്കിലും കോൺഗ്രസിൻ്റെ പരാതി തള്ളുകയായിരുന്നു. പിന്നീട് CPI-യുമായി ഇടഞ്ഞ് ശ്രീനാദേവി
കോൺഗ്രസിലേക്ക് വരുന്നു. ഇത്തവണ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിന് മുൻപായി CPI അന്ന് പേര് ചേർത്ത CPI തന്നെ ഇതിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോവുകയും കളക്ടർ ആ പരാതി തള്ളുകയും ചെയ്തിരുന്നു. കാരണം 2020 ഇതേ അഡ്രസ്സിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ആളാണ്. റേഷൻ കാർഡിൽ നിലവിൽ പ്രശ്നങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കളക്ടർ തള്ളിയത്. അതിനുശേഷവും CPI ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. യശോദ എന്ന സ്ത്രീയുടെ 2 ആൺമക്കളും ഒപ്പം തന്നെ ഭർത്താവും ചേർന്നാണ് പിന്നീട് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകിയത്. ഇത്തരത്തിൽ തങ്ങൾക്ക് ഒരു ബന്ധുവില്ല. SIR-മായി ബന്ധപ്പെട്ട രേഖകൾ കിട്ടിയപ്പോഴാണ് ഇതിൽ ശ്രീനാദേവി എന്ന ഒരു പേര് കൂടി ചേർത്തത് കണ്ടത്. അതുകൊണ്ട് ഈ പേര് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ പരാതി നൽകിയത്. പരിശോധനയിൽ ഇവരുടെ പരാതി അംഗീകരിക്കുകയും ശ്രീനാദേവിയുടെ പേര് ഒഴിവാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ ഈ വിശദ പരിശോധനയിൽ ഈ വീട്ടിൽ ഇപ്പോൾ ആരും താമസമില്ല. 2024 കാർഡുടമയായിരുന്ന യശോദ മരിച്ചു എന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഈ വീട്ടിൽ താമസക്കാരില്ലെന്ന് ചുറ്റുമുള്ള ആൾക്കാർ വിവരങ്ങൾ നൽകിയതിനാൽ ഈ കാർഡ് പൂർണ്ണമായും റദ്ദാക്കാനാണ് നിലവിൽ സപ്ലൈ ഓഫീസർ തീരുമാനിച്ചിട്ടുള്ളത്. കളക്ടറുമായി ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ റിട്ടേണിംഗ് ഓഫീസറുടെ അന്ന് RDO ആയിരുന്നു റിട്ടേണിംഗ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇതിന്മേലുള്ള നടപടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല CPI-യുമായി ബന്ധപ്പെട്ടുള്ളവർ ഇതിനെതിരെ ഓക്കെ, ഇതിനകത്ത് ഒരു ചോദ്യമേ ഉള്ളൂ. ഇത്രയും നാളും ശ്രീനാദേവി കുഞ്ഞമ്മ ഈ പറഞ്ഞിട്ടുള്ള ഭരണപക്ഷത്തിരിക്കുന്ന സമയത്ത്, ഭരണപക്ഷത്ത് നിന്ന സമയത്ത് ശ്രീനാദേവി കുഞ്ഞമ്മയുമായി ബന്ധപ്പെട്ട് ഈ റേഷൻ കാർഡ് വിവാദമൊന്നും നമ്മളാരും കണ്ടില്ല. ഇതുമായിട്ട് റേഷൻ കാർഡിൽ പേര് ചേർത്തിട്ടുള്ളത് വ്യാജമായിട്ടാണെന്നൊന്നും അന്നൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പം ഇതെങ്ങനെ പുറത്തു വരുന്നു? ഇപ്പം ഇതുമായിട്ട് എന്തിന് 3 സഹോദരങ്ങൾ പരാതി കൊടുത്തു? അപ്പോൾ ഇത്രയും നാൾ അവരാരും കണ്ടില്ല. അവർ റേഷൻ കാർഡിനകത്ത് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേരുള്ളത് അവിടുത്തെ സപ്ലൈ ഓഫീസർ അല്ലെങ്കിൽ റേഷൻ കടയിൽ നിൽക്കുന്ന ആരും ഇതുവരെ ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. രാഹുലിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് പണി കൊടുക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ നിങ്ങൾക്കൊക്കെ തെറ്റി. ഈ കേരള രാഷ്ട്രീയത്തിൽ നട്ടലുള്ളൊരു വനിതയെന്ന് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരെടുത്ത് കളിക്കുന്ന സൂക്ഷിച്ചും കണ്ടൊക്കെ കളിക്കുക, അല്ലെങ്കിൽ തിരിച്ച് നല്ല രീതിയിൽ അവർ നല്ല ഫയർ നടത്തി അവരെ പാട്ടിന് പോകും. അത്രയേ ഉള്ളൂ. ഇനി ഇതൊക്കെ കണ്ടുകൊണ്ട് കുരു പൊട്ടി തെറിച്ച് നിൽക്കുന്ന ഷഹനാസ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഷഹനാസ് ഉടനെ ഓടി വന്ന് FB-ലോട്ടൊരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ട്, ഷഹനാസിൻ്റെ കോടതിയും പോലീസ് സ്റ്റേഷനും എല്ലാം FB ആണ്. നമ്മളെ വ്യാജ IAS-കാർ ഷഹനാസ് ഉണ്ടല്ലോ. അപ്പോൾ ഷഹനാസിൻ്റെ ഒരു പോസ്റ്റ്, ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു പോസ്റ്റ് ഇട്ടു. കാരണം റേഷൻ കാർഡ് റദ്ദാക്കിയെന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത വന്നല്ലോ. അപ്പം അങ്ങനെ വന്നതിന് തൊട്ട് പിന്നാലെ ശ്രീനാദേവി കുഞ്ഞമ്മ നല്ല ഫ്ലവർ എന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഞാൻ വായിക്കാം. നല്ല ഫയറായിരുന്നു ആ പോസ്റ്റ്. സൂപ്പർ ഒരു പോസ്റ്റാണ് ഇട്ടേക്കുന്നത്. അത് ഞാൻ വായിക്കാം. ഇവിടെ ഞാൻ ഷഹനാസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് കേട്ടോ. ഇതുപോലെ വെളിവില്ലാത്തൊരു സാധനത്തിന് ഈ കോൺഗ്രസ് പ്രസ്ഥാനം ഇപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. ഈ PD സതീശനോടും ഉള്ള കാര്യം ഉള്ളതുപോലെ ഞാൻ പറയുവാണ്. ഈ കിങ്ങിണിക്കുട്ടനോടും രമേശ് ചെന്നിത്തലയോടും എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത്. എന്തിനാണ് നിങ്ങൾ ഈ ഷഹനാസിൻ്റെ ഉടുപ്പ് അലക്കാൻ നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഉടുപ്പ് അലക്കാൻ നടക്കുന്നു, ഉടുപ്പ് അലക്കാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. എന്തിനാണ് നിങ്ങളിങ്ങനെ മൂടും താങ്ങി നടക്കുന്നത്? ഈ ഷഹനാസ് ആരാ? നിങ്ങളെ ഒന്നും പറയുന്നില്ല. എപ്പോഴും മൂടും താങ്ങി നടക്കുവാണ്. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ഈ പ്രസ്ഥാനത്തിലുള്ളവരെ തന്നെ ഷഹനാസ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കി, രാഹുൽ മാങ്കൂട്ടത്തിനെ, അത് കഴിഞ്ഞിട്ട് ഷാഫി പറമ്പിലിനെ, അത് കഴിഞ്ഞിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ. അപ്പോൾ ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ വളർന്നു വരുന്ന യുവ നേതാക്കളെ ഈ പ്രസ്ഥാനത്തിലുള്ള കിളവന്മാർക്ക് കണ്ടുകൂടാ. അവർക്കെതിരെ വരുന്ന ആരോപണങ്ങളും അവർക്കെതിരെ ആരെങ്കിലും സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു വാസ്തവവും അതിനകത്ത് ഒരു സത്യവുമില്ലാത്ത കാര്യങ്ങൾ അടിച്ചിറക്കി വിടുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു നടപടി എടുക്കാതിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീനാദേവി കുഞ്ഞമ്മ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, ഇവരാരും വളർന്നു വരുന്നത് ഈ പ്രസ്ഥാനത്തിലുള്ള കള്ളക്കിഴവന്മാർക്ക് ഇഷ്ടമല്ല എന്ന് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, അല്ലേ? ഓക്കെ, ഞാനിനി MA ഷഹനാസ്, നമ്മുടെ IAS-കാരി ഷഹനാസ് ഇട്ടേക്കുന്ന ആ ഒരു പോസ്റ്റ് ഇവിടെ ഞാനൊന്ന് വായിക്കാം. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെയാണ് ഷഹനാസ് ഇട്ടേക്കുന്ന പോസ്റ്റ്. അങ്ങനെ കുൽസിതാമയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇവിടെ കുൽസിതാമ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് യഥാർത്ഥത്തിൽ കുൽസിതാമ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിനകത്ത് നമ്മൾ കണ്ടതല്ലേ, വാർത്താ സമ്മേളനം നടത്തി കുൽസിത പരിപാടികളൊക്കെ എടുത്തിട്ട് വെളിയിലോട്ടിട്ട് ചുമ്മാ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ നടത്തിയിട്ടുള്ള നിങ്ങളാണ്. അപ്പം നിങ്ങളെയാണ് കുൽസിതാമ എന്ന് വിളിക്കേണ്ടത്. നമ്പർ 1 കുൽസിതാമ നിങ്ങളാണ്. അങ്ങനെ കുൽസിതാമയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ചീട്ട് കീറി എന്നൊക്കെ പറയും പോലെ വ്യാജ റേഷൻ കാർഡ് അധികാരികൾ കീറി കൊട്ടയിൽ ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ കൊട്ട പൊതുവിതരണ വകുപ്പിൻ്റെ ഒരു ഉത്തരവ് പോസ്റ്റിനൊപ്പം കമൻറ്റിൽ ചേർക്കുന്നു. അത് വിശദമായി വായിച്ചാൽ കാര്യങ്ങൾ ബോധ്യപ്പെടും. അങ്ങനെ ഒരു റേഷൻ കാർഡ് ഇല്ല എന്ന് കണ്ടുപിടിച്ച ചേട്ടന്മാരോട് ആ കാർഡ് ചേട്ടന്മാർക്ക് എത്ര കൊടുത്തു? എന്തായാലും കുറേ പൈസകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. വാരി അങ്ങോട്ട് എറിയുന്നുണ്ട്. അത് വിശദമായി വായിച്ചാൽ കാര്യങ്ങൾ ബോധ്യപ്പെടും. അങ്ങനെ ഒരു റേഷൻ കാർഡ് ഇല്ല എന്ന് കണ്ടുപിടിച്ച ചേട്ടന്മാരോട് ആ കാർഡ് തന്നെ ക്യാൻസലായിട്ടുണ്ട്
അതുകൊണ്ടാണ് അത് ഡേറ്റാ ബേസിൽ നിന്ന് നീക്കിയിട്ടുള്ളത്. പരാതിയുടെ നിജസ്ഥിതി അന്വേഷിച്ച് അയൽക്കാരോട് ഉൾപ്പെടെ അന്വേഷിച്ച് അങ്ങനെ ഒരാൾ അവിടെ താമസിച്ചിട്ടേ ഇല്ല എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുൽസിതാമ്മയുടെ വ്യാജ റേഷൻ കാർഡ് റദ്ദാക്കിയതെന്നും ഇത്തരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിപ്പോൾ എന്താണെന്നാവും ഫാൻസിൻ്റെ അടുത്ത ചോദ്യം. കാര്യമുണ്ട്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരാൾക്ക് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ പത്തനംതിട്ട ജില്ലയിലെ സ്ഥിരതാമസക്കാരായിരിക്കണം. അതായത് തെരഞ്ഞെടുപ്പ് ചട്ടം. കൊല്ലം ജില്ലക്കാരിയായ കുൽസിതാമ്മ പത്തനംതിട്ടയിൽ വന്ന് വ്യാജ റേഷൻ കാർഡ് ഉണ്ടാക്കി ആ വിലാസത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ വോട്ടർ പട്ടികയിൽ വ്യാജമായി ഇടം നേടിയത്. വ്യാജ വോട്ടറാണെന്ന പരാതി ഉയർത്തി ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും ഇലക്ഷൻ കമ്മീഷനിലും ഇവർക്കെതിരെ നിയമ നടപടി നടന്നു വരുന്നുണ്ട്. ഇനി ഈ ഉത്തരവ് മാത്രം അവിടെ ഹാജരാക്കിയാൽ മതി. മെമ്പർ നെറ്റിപ്പട്ടം ഊരി വാങ്ങാൻ അത് അധികം വൈകാതെ തന്നെ നടക്കും. കൂടെ ഒരു 6 വർഷത്തെ അയോഗ്യതയും കയ്യിൽ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെയാണ് ആദ്യം നിയമ നടപടി സ്വീകരിക്കേണ്ടത്. നിങ്ങളെയാണ് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അടിച്ച് ചവിട്ടി പുറത്ത് കളയേണ്ടത്. നിങ്ങളെയാണ് ഈ പറഞ്ഞിട്ടുള്ള 6 വർഷമൊന്നുമല്ല, നിങ്ങൾക്ക് 10 വർഷം തടവ് വന്നാലും അത് തികയത്തില്ല. കാരണം അത്രമാത്രം വൃത്തികേടുകളും തെമ്മാടിത്തരങ്ങളുമാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് അല്ലേ? ആ എഴുത്തുകാരനെ പറ്റിച്ച് വഞ്ചനാ കുറ്റത്തിന് നിങ്ങൾക്കെതിരെ കേസ് വന്നിട്ടില്ലേ? രാഹുൽ മാങ്കൂട്ടം 10 കോടിയുടെ നഷ്ടപരിഹാരത്തിനുള്ള മാനനഷ്ട കേസ് തന്നിട്ടില്ലേ? അപ്പം നിങ്ങൾക്കൊക്കെ നടപടി എടുത്തു കഴിഞ്ഞിട്ടേ കുഞ്ഞമ്മയ്ക്കെതിരെ നടപടി എടുക്കൂ. അതുകൊണ്ട് അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. ധാർമ്മികത ഏതുമില്ലാതെ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് ഇരിക്കാം എന്ന് മാത്രം സാങ്കേതികമായി എണ്ണീപ്പിച്ച് വിടുന്ന ദിവസം ഉടനെ തന്നെ വരും. അന്ന് കുമിളയല്ല, ലൈവിൽ വന്ന് മാലപ്പടക്കം തന്നെ പൊട്ടിക്കും. നമുക്കൊന്ന് കാണണമല്ലോ. ഇത്രയൊക്കെ ആയിട്ട് ഈ ഒരു പ്രസ്ഥാനം ഇവരെ പിടിച്ച് എന്തിനാണോ ഇവിടെ വെച്ചേക്കുന്നത്? പാർട്ടിയിൽ നിന്നൊക്കെ പുറത്ത് എടുത്ത് അതാണ് വേണ്ടുന്നത്. ഈ എം.എ. ഷഹനാസിനെ ഈ നിയമസഭാ ഇലക്ഷനിൽ മെമ്പറായിരിക്കുന്ന ജില്ലയിലെ കുൽസിതാമ്മയ്ക്ക് വോട്ടുണ്ടാകില്ല. പോരാത്തതിന് ഫോർജറിക്ക് ക്രിമിനൽ കേസും തലയിൽ വെച്ച് കിട്ടും. ഇത്രയും ഗതികെട്ടപ്പോൾ ഈ ലോകത്ത് വേറെ ആരും കാണില്ല. അത് സ്വയം ഒരു കണ്ണാടി വെച്ചെങ്കിൽ സ്വയമേ അങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ മതി കേട്ടോ. വല്ലവരുടെയും റേഷൻ കാർഡിൽ എന്നെ കൂടി ഉൾപ്പെടുത്താൻ പറഞ്ഞു ഹൈക്കോടതിയിൽ ചെന്നാൽ ഹൈക്കോടതി ജംഗ്ഷൻ മുതൽ മറൈൻ ഡ്രൈവ് വരെ അടിച്ചു ഓടിക്കും. കുറേ അടിച്ചോടിച്ചാണല്ലോ കേരളത്തിലെ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പത്രസമ്മേളനം നടത്തിയതിന് ശേഷം കുറേ അടിച്ചോടിച്ചാണല്ലോ നമ്മൾ കണ്ടയാണല്ലോ. ക്യാമറയെല്ലാം ഓഫായതിനു ശേഷം അയ്യോ ഇത്രയും എന്നെ കൊണ്ട് പറയിപ്പിച്ചില്ല, ഇനി ഞാൻ വല്ലതും പറയണോ എന്ന് പറഞ്ഞിട്ട് വല്ലവൻ്റെ പൈസ മേടിച്ച് നക്കിയിട്ട് രാഹുലിനെതിരെ ചിലയ്ക്കാൻ വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട മാധ്യമങ്ങളെ, ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ റേഷൻ കാർഡ് വെട്ടിക്കളഞ്ഞ ഭരണകൂട ഭീകരത എന്നും പറഞ്ഞെങ്കിലും നിങ്ങളത് വാർത്തയാക്കുന്നേ. ഉത്തരവ് വായിച്ചു നോക്കുന്ന കാര്യബോധമുള്ളവർക്ക് തിരിയും എത്ര വലിയ ഉടായ്പാണ് കുൽസിതാമ്മ ചെയ്തു വച്ചിരിക്കുന്നതെന്ന്. എന്നാലും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊന്നാണ്. ശങ്കറിന് പറ്റിയ ചക്കി തന്നെ ഇങ്ങനെ ഇത്ര കൃത്യമായി വന്നെന്നുള്ളത്. പക്ഷേ രാഹുലിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. രാഹുലിനൊത്ത ചക്കി തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള കുഞ്ഞമ്മ എന്നാണ് ഇവരിവിടെ പറയുന്നത്. നിങ്ങളെക്കാളും വലിയൊരു ഉടായ്പ എന്തായാലും ഈ ഒരു പ്രസ്ഥാനത്ത് ഈ ഭരണവശത്തും കാണത്തില്ല, പ്രതിപക്ഷത്തും കാണത്തില്ല. പ്രതിപക്ഷത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് നിങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ തോൽവിയാണ് നിങ്ങളെപ്പോലെയുള്ളതിനൊക്കെ അടിച്ച് പത്തലും കമ്പിട്ട് അടിച്ചിറക്കി പാർട്ടിയിൽ നിന്ന് പുറത്ത് കളയണം. അതാണ് വേണ്ടുന്നത്. നിങ്ങൾ ഏറ്റവും വലിയ തോൽവിയാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ. കാരണം ഇവർക്ക് ആരും ഒന്നും കൊടുക്കുന്നില്ല, ഒരു അംഗീകാരം ഒന്നും കൊടുക്കുന്നില്ല, ഒരു സീറ്റും കൊടുക്കുന്നില്ല. ഇവർ ഈ പ്രസ്ഥാനത്തിലെ വനിതാ എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നടക്കണം. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോരാടുന്ന വിപ്ലവകാരി എന്ന് പറഞ്ഞുകൊണ്ട് സ്വയമേ പൊങ്ങി നടക്കുവാണ്. ഇവരെയൊന്നും ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതിൻ്റെ കടിയാണ് ഇവർക്ക്, അല്ലാതെ വേറൊന്നുമല്ല. ബാക്കിയോടെ വായിക്കാം. നാളെ ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കിയെന്ന് വരാം. പക്ഷേ ആദ്യം ഇക്കാര്യം പുറത്തുവിട്ടത് ഞാനാണെന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. ദൈവം എന്നെന്നുണ്ട്. ആ ദൈവം ആരുടെയും സ്വന്തമല്ലല്ലോ. എന്തായാലും നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും. നിങ്ങൾക്കെതിരെ എത്ര കാര്യങ്ങളാണ് നിയാസ് മലബാറി എന്ന് പറഞ്ഞ വ്യക്തി പുറത്തുവിട്ടിട്ടുള്ളത്. അതിനൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒന്നിന് ഉത്തരം തന്നിട്ട് വന്ന് ഇവിടെ ഫേസ്ബുക്കിൽ കടന്നിട്ട് ഒരു ചിലക്കി കുരു പൊട്ടിയിട്ടുണ്ടല്ലോ. കുരു പൊട്ടി രാഹുൽ പുറത്തിറങ്ങി, രാഹുൽ പാലക്കാട് വന്ന് വീടിൻ്റെ താക്കോൽ ദാനം കൈമാറിയത് തൊട്ട് കുരു പൊട്ടി തുടങ്ങിയതാണ് എം.എ. ഷഹനാസിന്. എന്തായാലും ഇതിനൊക്കെ ശേഷം നമ്മളെ ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മാസ് മറുപടിയാണ് കേട്ടോ ശ്രീനാദേവി കുഞ്ഞമ്മ ഇട്ടേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോടും CPIയുടെ സിവിൽ സപ്ലൈ വകുപ്പിനോടും
കേരളത്തിൽ റേഷൻ കാർഡ് കിട്ടാത്ത ഒരേ ഒരു ജനപ്രതിനിധിയായി എന്നെ പ്രഖ്യാപിക്കണമെന്ന അപേക്ഷ ഒപ്പ് അതങ്ങ് പറ്റി കേട്ടോ. അപ്പോൾ എന്തായാലും പൂർണ്ണ പിന്തുണ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് എൻ്റെ വകയുണ്ടായിരിക്കും. അപ്പോൾ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന, രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ശ്രീനാദേവി കുഞ്ഞമ്മയെ പിന്തുണയ്ക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറഞ്ഞിട്ടുള്ളൊരു ആപത്ത് വന്ന സമയത്ത് നട്ടലോടുകൂടി സത്യത്തിനൊപ്പം നിന്ന് സംസാരിക്കാനും ഈ പറഞ്ഞിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയും അതുപോലെ ഫെനി നയനാനൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. കാരണം അങ്ങനെയാണ്. അല്ലാതെ നമ്മളിപ്പം കയറിയിരിക്കുന്ന കടൽ കിഴവന്മാരെ പോലെ കുറേ സാധനങ്ങളുണ്ടല്ലോ, സ്വന്തം കസേരയ്ക്ക് വേണ്ടിയിട്ട് മാത്രം കരിവിരി കൂടുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അവരെ പോലുള്ള ആളുകളൊന്നും ഇപ്പം ഈ വളർന്നു വരുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യത്തില്ല. വളർന്നു വരുന്ന ആളുകളെ മുകളിലോട്ട് കയറി പോകാൻ ഒരിക്കലും അവരിയ്ക്കുന്നിടത്തോളം കാലം അനുവദിക്കത്തേയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെയൊക്കെ പിന്തുണ, നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങൾ, അതുപോലെ വീഡിയോ രാഹുലിനെ പിന്തുണയ്ക്കുന്ന, ശ്രീനാദേവി കുഞ്ഞമ്മയെ പിന്തുണയ്ക്കുന്ന ആളുകൾ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്ത്, എല്ലാവരും പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഹൈപ്പും കൂടെ ചെയ്തു തരാം. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.